Hi, welcome back to second episode of Summer in New York 2024. ഇന്ന് ആദ്യമായി പ്രതിപാദിക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഓർ ലേഡി ഓഫ് ലിബർട്ടി എന്നതിനെക്കുറിച്ചാണ്. ന്യൂയോർക്കിൻ്റെ ഒരു ഐക്കോണാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കുറേ കാലങ്ങൾ മുമ്പ് വരെ ഇവിടുത്തെ എല്ലാ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് വരെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഡീറ്റെയിൽസും ചരിത്രവും നമുക്ക് വീഡിയോയിൽ കാണാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്നത് ഏലിസ് ദ്വീപിലാണ്, അല്ലെങ്കിൽ ലിബർട്ടി ഐലൻഡ് എന്നും അതിനെ വിളിക്കും. ഫെറിയിൽ യാത്ര ചെയ്താൽ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിപ്പെടും. ഫെറിയിൽ കയറുന്നതിന് മുമ്പ് എല്ലാ സെക്യൂരിറ്റി ചെക്കും ആവശ്യമാണ്. ഇതിൻ്റെ ഫുൾ നെയിം ലിബർട്ടി എൻലൈറ്റിംഗ് വേൾഡ് എന്നാണ്. ഫ്രഞ്ച് ആർക്കിടെക്ട് അഗസ്റ്റ്യൻ ബത്തോഡി ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രാൻസ് ആണ് ഇത് ജൂൺ 17, 1885 ഇത് അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. എന്നാൽ ഒക്ടോബർ 26, 1886 ഇത് ന്യൂയോർക്ക് ഹാർബറിൽ എത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്മാരകമായി ഇന്നും ഇത് നിലനിൽക്കുന്നു. ഈ പ്രതിമയ്ക്ക് 93 മീറ്റർ അല്ലെങ്കിൽ 305 ഫീറ്റ് നീളവും 204 മെട്രിക് ടൺ ഭാരവുമുണ്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 31 ടൺ കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, 125 ടൺ സ്റ്റീല് ഇവ ചേർത്താണ്. പ്രതിമയുടെ കിരീടത്തിൽ ചെന്നെത്താൻ 354 പടികൾ കയറണം. ഇവ പ്രതിമയുടെ ഉള്ളിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. കിരീടത്തിന് 25 ജനലുകളുണ്ട്. ഗ്രീക്ക് ദേവതയുടെ മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കിരീടത്തിന് 7 കൂർത്ത മുനമ്പ് പോലെയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളെയും മഹാസമുദ്രത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. സ്റ്റാച്യുവിന്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. അത് 24 കാരറ്റ് ഗോൾഡ് കൊണ്ട് കവേർഡാണ്, ഏകദേശം 6 ഔൺസ് ഗോൾഡ്. ഈ ടോർച്ച് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചമായി കണക്കാക്കുന്നു. വലതുകാൽ കുറച്ച് ഉയർത്തിപ്പിടിച്ച നിലയിലാണ് സ്റ്റാച്യു കാണപ്പെടുന്നത്. ഗ്രീക്ക് ദേവതമാരുടെ ക്ലാസിക് പടങ്ങളിലെ കളറായ ഗ്രീനാണ് ഈ പ്രതിമയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രതിമയുടെ മുഖം ഇതുണ്ടാക്കിയ ആളുടെ അമ്മയുടെ ഷാർലറ്റിന്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത്.